ക്രിസ്തു എന്ന ദൈവമർമ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ദൈവമെന്ന് പറഞ്ഞ ദൈവമർമ്മമല്ല, ക്രിസ്തു എന്ന ദൈവമർമ്മം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ദൈവത്തിന്റെ മർമ്മമാണ്. ദൈവത്തിന്റെ മർമ്മമായ ക്രിസ്തു എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉൽപ്പത്തി മുതൽ ലോകത്തിന്റെ അവസാനം വരെയും നമ്മുടെ കർത്താവായ ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ മധ്യസ്ഥൻ. ആ ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ആ ക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവനുള്ളൂ. ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ 1 യോഹന്നാൻ 5:5 യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്തെ ജയിക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിനുള്ളവരാണ്, അല്ലാത്തവരൊന്നും ദൈവത്തിനുള്ളവരല്ല. യേശുവിനെ കണ്ടേച്ചും ദൈവമാണ് പിതാവായ ദൈവമാണെന്ന് പറഞ്ഞാൽ യേശു നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല, സ്വർഗീയ പിതാവും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. അതുകൊണ്ട് യേശുവിന് കൊടുക്കാനുള്ള ബഹുമാനം എന്താണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് അങ്ങനെ വിശ്വസിച്ചെങ്കിൽ നമുക്ക് ജീവനുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 20:31 വാക്യത്തിൽ പറയുന്നു, യേശുവിനെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ ഇത് എഴുതിയിരിക്കുന്നു. ഒന്നുകൂടെ നമ്മൾ മനസ്സിലായിക്കൊള്ളണം. 1 യോഹന്നാൻ 5:5 ഈ ലോകത്തെ നമുക്ക് ജയിക്കണമെങ്കിൽ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം. അല്ലാതെ നമുക്ക് യേശു ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. ലോകത്തെ ജയിക്കണമെങ്കിൽ അദ്ദേഹം യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവർ പുത്രനും ദൈവവും വസിക്കുന്നു എന്നാണ് 1 യോഹന്നാൻ 4 പറയുന്നത്. അപ്പൊ നമ്മൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കില്ലാത്ത വചനങ്ങൾ ഉണ്ടാക്കി വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നിരിക്കുന്ന വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആവർത്തന പുസ്തകത്തിലും സങ്കീർത്തനത്തിലും ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുമൊക്കെ യഹോവ ദൈവമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് പഴയ നിയമമാണ്. ആ പഴയ നിയമവും പുതിയ നിയമവും രണ്ടുമാണ്. ഇത് രണ്ടും കൂടെ ചേരുകയില്ല, ഒന്നാകില്ലെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ കിടന്ന് നമ്മൾ ചികഞ്ഞുകൊണ്ട് കാര്യമായില്ല. നമ്മൾ വരണമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരണം. പുതിയ നിയമമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് ഇബ്രാഹിം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുന്നത്? എന്താണ്? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ഇത് ഗണ്യമാക്കാതെ പഴയ നിയമത്തിൽ പോയി എങ്ങനെ നമുക്ക് തെറ്റൊഴിയാൻ പറ്റും? അതേപോലെ തന്നെ എബ്രായർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്താണ്? ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളിച്ചേട്ടി അന്ത്യകാലത്ത് പുത്രമുഖ